മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ദർശനങ്ങളുടെ പൂക്കാലം വിരിയിച്ച കാതോലിക്കേറ്റിന്റെ ഗരിമ ദേശദേശാന്തരങ്ങളിൽ പ്രഘോഷിച്ച കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ 75ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദീപശിഖാപ്രയാണമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത്. ദൈവകൃപയാൽ അനേകം വൻകാര്യങ്ങൾ പരിശുദ്ധ സഭയ്ക്കായും പൊതുസമൂഹത്തിനായും ചെയ്തു നൽകിയ ശ്രേഷ്ഠാചാര്യനാണ് കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനി. കാലത്തിന് മുൻപേ സഞ്ചരിച്ച് ദീർഘവീക്ഷണത്തോടെ രൂപപ്പെടുത്തിയ മഹത്തായ ദർശനങ്ങൾ പൊതുസമൂഹത്തിൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി മഹത്തായ സ്ഥാപനങ്ങളുടെ സൃഷ്ടികർമ്മത്തിന് കാരണമായി തീർന്നു. പരിശുദ്ധ സഭയെ പ്രാണനെപ്പോലെ കാത്തുപരിപാലിക്കുകയും അവസാന ശ്വാസം വരെ കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എരിവോടെ പ്രസംഗിക്കുകയും ചെയ്ത അനുഗ്രഹീതനും പുണ്യവാനുമായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും വർത്തമാനകാല ചരിത്രത്തിൽ മലങ്കര സഭയുടെ ചരിത്രബോധങ്ങൾ ഉണർത്തുപാട്ടാണ്. അന്ധകാരമയമായ ജീവിത പശ്ചാത്തലങ്ങളിൽ പ്രകാശത്തിന്റെ നാദവീജികളായി, പ്രതീക്ഷയുടെ പുത്തൻ തുരുത്തായി, പ്രകാശത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി പരിലസിച്ച പുണ്യപിതാവായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ആ പിതാവ് കബറടങ്ങിയിരിക്കുന്ന പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ചരമ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപശിഖാപ്രയാണമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത്. കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ഓർമ്മദിനമായ ഈ മാസം 17-ാം തീയതി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത, പരിശുദ്ധ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത കുരിയാക്കോസ് മാർ ക്ലേമിസ് മെത്രാപ്പോലീത്ത, തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫീം, മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്നീ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും അതേ തുടർന്ന് മത സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടത്തപ്പെടുന്നു. പരിശുദ്ധനായ പുണ്യവാനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ നാമം അനശ്വരമാക്കി അനേകം ജീവകാരുണ്യ പദ്ധതികൾക്കും അന്നേ ദിവസം തുടക്കം കുറിക്കുന്നു. സമ്മേളനത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ജനനം മുതലേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട പുത്തൻകാവിൽ കൊച്ചു തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ദർശനങ്ങളുടെ പൂക്കാലം വിരിയിച്ച കാതോലിക്കേറ്റിന്റെ ഗരിമ ദേശദേശാന്തരങ്ങളിൽ പ്രഘോഷിച്ച കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ 75ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദീപശിഖാപ്രയാണമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത്. ദൈവകൃപയാൽ അനേകം വൻകാര്യങ്ങൾ പരിശുദ്ധ സഭയ്ക്കായും പൊതുസമൂഹത്തിനായും ചെയ്തു നൽകിയ ശ്രേഷ്ഠാചാര്യനാണ് കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനി. കാലത്തിന് മുൻപേ സഞ്ചരിച്ച് ദീർഘവീക്ഷണത്തോടെ രൂപപ്പെടുത്തിയ മഹത്തായ ദർശനങ്ങൾ പൊതുസമൂഹത്തിൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി മഹത്തായ സ്ഥാപനങ്ങളുടെ സൃഷ്ടികർമ്മത്തിന് കാരണമായി തീർന്നു. പരിശുദ്ധ സഭയെ പ്രാണനെപ്പോലെ കാത്തുപരിപാലിക്കുകയും അവസാന ശ്വാസം വരെ കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എരിവോടെ പ്രസംഗിക്കുകയും ചെയ്ത അനുഗ്രഹീതനും പുണ്യവാനുമായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും വർത്തമാനകാല ചരിത്രത്തിൽ മലങ്കര സഭയുടെ ചരിത്രബോധങ്ങൾ ഉണർത്തുപാട്ടാണ്. അന്ധകാരമയമായ ജീവിത പശ്ചാത്തലങ്ങളിൽ പ്രകാശത്തിന്റെ നാദവീജികളായി, പ്രതീക്ഷയുടെ പുത്തൻ തുരുത്തായി, പ്രകാശത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി പരിലസിച്ച പുണ്യപിതാവായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ആ പിതാവ് കബറടങ്ങിയിരിക്കുന്ന പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ചരമ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപശിഖാപ്രയാണമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത്. കാതോലിക്കേറ്റിന്റെ രത്നദീപം ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ഓർമ്മദിനമായ ഈ മാസം 17-ാം തീയതി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ
പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത, പരിശുദ്ധ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത കുരിയാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലീത്ത, തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫീം, മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്നീ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും അതേ തുടർന്ന് മത സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടത്തപ്പെടുന്നു. പരിശുദ്ധനായ പുണ്യവാനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ നാമം അനശ്വരമാക്കി അനേകം ജീവകാരുണ്യ പദ്ധതികൾക്കും അന്നേ ദിവസം തുടക്കം കുറിക്കുന്നു. സമ്മേളനത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഉയരുന്നൊരു നാദം മലങ്കര മണ്ണിൽ ദീപ്തമാതാ സ്മരണകളോടെ, ഉയരുന്നൊരു നാദം മലങ്കര മണ്ണിൽ ദീപ്തമാതാ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ദർശനങ്ങളുടെ പൂക്കാലം വിരിയിച്ച കാതോലിക്കേറ്റിന്റെ ഗരിമ ദേശദേശാന്തരങ്ങളിൽ പ്രഘോഷിച്ച കാതോലിക്കേറ്റിന്റെ രത്നദീപം